Hello everyone, my name is Angeline and you're welcome to Way to Study Table. Today, we're going to see all the activities of Unit 2, Letter to God. Now, we will discuss Unit 2, Standard 5th, 5th class, Unit 2, all activities we will discuss. So, page number 51, 65 activities we will class discuss. Okay. So, I actually Standard 5th in 6th class. കഴിഞ്ഞ വർഷം ഒരു യൂണിറ്റ് 1ന്റെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തിരുന്നു. ഓക്കെ, യൂണിറ്റ് 1ന്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ചെയ്തു. സോ അതിന് നല്ല രീതിയിൽ വ്യൂസ് കിട്ടി, ഒരുപാട് കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് യൂണിറ്റ് ടീച്ചർ ഉടനെ ഇടുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിന്റെ പേരിലാണ് ഇപ്പൊ ഞാൻ ഇത് ഇടാനുള്ള കാരണം, അല്ലെ 5th സ്റ്റാൻഡേർഡ് എടുക്കുന്നില്ലായിരുന്നു. ഓക്കെ, സോ നിങ്ങൾ കുറെ പേര് കമന്റ് ചെയ്തേക്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റില് നിങ്ങൾക്ക് എല്ലാവർക്കും ഹായും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. സോ വീഡിയോയുടെ ലാസ്റ്റ് നമുക്കത് കാണാം. ഓക്കെ, നിങ്ങൾക്ക് എനിക്ക് മറുപടി അയക്കാൻ പറ്റിയില്ല കമന്റിന്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ചേർക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഫസ്റ്റ് ആക്ടിവിറ്റി. In letter story, there are many expressions which appeal to our senses of sight, hearing, smell, taste, and touch. For example, fresh and sweet air appeals to sense of smell. അതായത് ഈ ലെഞ്ചറുടെ സ്റ്റോറി ഉണ്ടല്ലോ, ആ ഒരു സ്റ്റോറിയിൽ നമുക്ക് കുറെ എക്സ്പ്രഷൻസ് ഉണ്ട്, കുറെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് വായിക്കും നമുക്ക് ചിലപ്പം അത് നമുക്ക് കാണുന്നത് പോലെ തോന്നും, ചിലത് നമുക്ക് കേൾക്കുന്നത് പോലെ തോന്നും, ചില നമുക്ക് ഇങ്ങനെ സ്മെൽ അടിക്കുന്നത് പോലെ തോന്നും, ചില നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നത് പോലെ തോന്നും. ഓരോന്നും നമുക്ക് ഓരോ ഫീലാണ്. ഓക്കെ, സോ ചില ടച്ച് ചെയ്യുന്നത് പോലൊക്കെ തോന്നും. സോ അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. നോക്കിയേ, ഫ്രഷ് ആൻഡ് സ്വീറ്റ് എയർ അപ്പീൽസ് ടു സെൻസ് ഓഫ് സ്മെൽ. ഫ്രഷ് ആൻഡ് സ്വീറ്റ് എയർ എന്ന് പറഞ്ഞുള്ള ഒരു ലൈൻസ്, ഒരു സെൻസ് നിങ്ങൾ വായിച്ചിരുന്നോ അല്ലെ? ഫ്രഷ് ആൻഡ് സ്വീറ്റ് എയർ എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ. അപ്പൊ അത് സ്മെല്ലിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, സ്മെല്ല്. അത് നോക്കി, ദ ഫീൽഡ് വാസ് വൈറ്റ്. പാടം മൊത്തവും വെളുത്ത നിറം. പാടം വെളുത്ത നിറം എന്ന് പറയുമ്പോൾ എന്താണത്? കാഴ്ചയാണ് അല്ലെ? ഇറ്റ്സ് എ സെൻസ് ഓഫ് ലൈറ്റ് അല്ലെ, അല്ലെങ്കിൽ സൈറ്റ് ആണ് അല്ലെ. ഇനി ഇതുപോലത്തെ കുറച്ച് എക്സ്പ്രഷൻ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമോ? യെസ്, ഒരുപാട് സെൻസ് ഉണ്ട്. നോക്കിയേ, നോട്ട് എ ലീഫ് റിമെയിൻഡ് ഇൻ ദ ട്രീസ്. ഒരു ഇല പോലും ആ മരങ്ങളിൽ ഇല്ലായിരുന്നു, ഒരു ഇല പോലും ഇല്ലായിരുന്നു. അതിന്റെ അർത്ഥം നമുക്ക് കാഴ്ച, അത് നമുക്ക് കാണാൻ പറ്റും അല്ലെ, നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. ദ ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയർഡ് ഫ്രം ദ പ്ലാന്റ്സ്. ഇവിടെ എന്താണ്? ദ ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയർഡ് ഫ്രം ദ പ്ലാന്റ്സ്. ചെടികളിൽ നിന്ന്, എല്ലാ ചെടികളിൽ നിന്നും പൂക്കളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു, പൂക്കളെല്ലാം അപ്രത്യക്ഷമായി. അതെന്താണ്? നമുക്കത് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് അല്ലെ. നെക്സ്റ്റ്, ലെഞ്ചു വെന്റ് ഔട്ട് ടു ഹാവ് ദ പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി. ലെഞ്ചു പുറത്തേക്ക് ഇറങ്ങി, മഴ അവന്റെ ബോഡിയിൽ അത് ഫീൽ ചെയ്യാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങി. സോ ഇവിടെ നമുക്ക് എന്ത് കാണാം? ഒരു സെൻസ് ഉണ്ടല്ലേ. എന്തായിരിക്കും? സെൻസ് ഓഫ് ടച്ച് ആണ് അല്ലേ, ഫീൽ ചെയ്യാനല്ലേ, ബോഡിയിൽ ഫീൽ ചെയ്യുന്ന എന്താണ്? ടച്ച് ആണ്. ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. ചോളം എല്ലാം കംപ്ലീറ്റ് നശിച്ചിരുന്നു. അതെന്താണ്? സൈറ്റ് ആണ്, നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഓക്കെ, ആക്ടിവിറ്റി 2 നോക്കി, വളരെ എളുപ്പമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. എളുപ്പവുമാണ്, അതിനോടൊപ്പം തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ SSLC പഠിക്കാൻ പോകുമ്പോൾ പോലും നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് വരും. ഓക്കെ, ഇത് ഇംഗ്ലീഷിലും ഉണ്ട്, ഹിന്ദിയിലും ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷിലും ഉണ്ട്, ഹിന്ദിയിലും ഉണ്ട്. സോ നിങ്ങൾ നോക്കി, ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യം. നോക്കിക്കേ, look at the following expression from the story. ഈ സ്റ്റോറിയിലുള്ള ഒരു എക്സ്പ്രഷൻ നോക്കിയാ, a good harvest, new coins, a strong wind. നല്ല വിളവ്, ന്യൂ കോയിൻസ് പുതിയ നാണയങ്ങൾ, സ്ട്രോങ് വിൻഡ് ശക്തമായ കാറ്റ്. ഇതെല്ലാം ഓരോ പ്രത്യേകതകളുണ്ട് അല്ലെ. എങ്ങനത്തെ വിളവെന്നാ പറയുന്നത്? ഗുഡ് ഹാർവെസ്റ്റ്. എങ്ങനത്തെ കോയിൻസ് ആണ്? ന്യൂ കോയിൻസ്. എങ്ങനത്തെ വിൻഡ് ആണ്? ശക്തമായ കാറ്റ്. സോ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് അല്ലെ. ഹാർവെസ്റ്റ് വിളവിന് പ്രത്യേകതയുണ്ട്, നാണയങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, കാറ്റിനും പ്രത്യേകതകളുണ്ട്. ഓക്കെ, സോ ഇത് നമ്മൾ എന്താ പറയുന്നത് നോക്കിക്കേ. In the above expressions, the underlined words tells us more about the head words. ഹെഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ വാക്ക്. ഹെഡ് എന്ന് പറഞ്ഞാൽ തലയല്ലേ. മെയിൻ വാക്ക് എന്താണ്? മുകളിൽ കൊടുത്തിരിക്കുന്നത് ഹാർവെസ്റ്റും കോയിൻസും വിൻഡും. ഓക്കെ, അവരെ കുറിച്ച് കൂടുതൽ അറിയിക്കുന്നതാണ് അതിനോട് ചേർത്ത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾ. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ്. ഓക്കെ, ലുക്ക് അറ്റ് ദ ഫോളോയിങ്. നോക്കി, 2 പൂച്ചകളുടെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? കാറ്റ്സ്. എത്ര കാറ്റ്സ് ഉണ്ട്? 2 കാറ്റ്സ്. എങ്ങനത്തെ കാറ്റ്സ് ആണ്? 2 ബ്ലാക്ക് കാറ്റ്സ്. ഇനി എങ്ങനത്തെ ബ്ലാക്ക് കാറ്റ്സ് ആണ്? 2 സ്മോൾ ബ്ലാക്ക് കാറ്റ്സ്. അപ്പൊ കാറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നില്ല ലാസ്റ്റ് സെന്റൻസ് വായിക്കുമ്പോഴും. ഇനി നോക്കിക്കേ, ഇതുപോലെ നോക്കിക്കേ, ബാഗ്, ബാഗ്, ഒരു ബാഗ്. ലെതർ ബാഗ്. എങ്ങനത്തെ ബാഗാണ്? ഒരു ലെതർ ബാഗ്. വൈറ്റ് ലെതർ ബാഗ്, ഒരു വെളുത്ത ലെതർ ബാഗ്.
a big white leather bag. ഒരു വലിയ വെളുത്ത ലെതർ ബാഗ്. കണ്ടോ, താഴോട്ട് വരുംതോറും അതിന്റെ വിവരണം കൂടി വരികയാണ് അല്ലെ. അതിന്റെ വിശേഷത അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശേഷിപ്പിക്കുകയാണ്. ഫ്ലവേഴ്സ്, എങ്ങനത്തെ ഫ്ലവേഴ്സ് ആണ്? 3 ഫ്ലവേഴ്സ് ഉണ്ട്, 3 ഫ്ലവേഴ്സ് ഉണ്ട്. ഓക്കെ, സോ അതിന്റെ നമ്പറിനെ സൂചിപ്പിക്കുന്നു. പിന്നെ 3 യെല്ലോ ഫ്ലവേഴ്സ്, അതിന്റെ നിറത്തെ സൂചിപ്പിക്കുന്നു. 3 മഞ്ഞ പൂക്കൾ. 3 tiny yellow flowers, 3 ചെറിയ മഞ്ഞ പൂക്കൾ. ഓക്കെ, ഇനിയിപ്പോ അതിന്റെ എന്താ സൈസ് ആണ് പറയുന്നത് അല്ലെ, ടൈനി സൈസ്. 3 beautiful yellow tiny yellow flowers. ഇനി അതിന്റെ ക്വാളിറ്റി, എങ്ങനത്തെ ഫ്ലവേഴ്സ് ആണ്? ബ്യൂട്ടിഫുൾ tiny yellow flowers. ബോയ്, എങ്ങനത്തെ ബോയ് ആണ്? a boy, ഒരു ബോയ് ആണ്. ഓക്കെ, എങ്ങനത്തെ കുട്ടിയാ? a little boy, കൊച്ചു കുട്ടിയാണ്. a smart little boy, ഒരു സ്മാർട്ട് ചെറിയ കുട്ടിയാണ്. അത് മനസ്സിലായത് ഇത്രയും നിങ്ങൾക്ക് എന്താണെന്ന്. ഇനി നമ്മളോട് ആ ഒരു പിരമിഡ് ഉണ്ടല്ലോ, നമുക്ക് ഒരു തന്നില്ലേ, ബോയിയെ കുറിച്ച്, കാറ്റിനെ കുറിച്ച്, ബാഗിനെ കുറിച്ച്, അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് നമ്പർ എത്ര എണ്ണമാണ് കാണിക്കുന്നത്, എത്ര പൂച്ചകൾ ഉണ്ടായിരുന്നത്? 2 cats. അപ്പൊ 2 നമ്മളോട് എഴുതും, നമ്പറിൽ എഴുതും, ക്വാണ്ടിറ്റിയിൽ എഴുതും. പിന്നെ കളർ, എങ്ങനത്തെ കളറാണ് പൂച്ചകളുടെ? ബ്ലാക്ക് ആയിരുന്നു. സോ അവിടെ നമ്മൾ എഴുതും ബ്ലാക്ക് എന്ന് എഴുതും. എങ്ങനെയാണ് അതിന്റെ സൈസ്, അതിന്റെ വലുപ്പം എന്താണ്? സ്മോൾ കാറ്റ്സ് ആണ്. അപ്പൊ സ്മോൾ സൈസ്. ഹെഡ് വേർഡ്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പൂച്ചകളെ കുറിച്ച്. അപ്പൊ നമ്മൾ ഹെഡ് വേർഡിൽ എന്ത് എഴുതും? കാറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ബാഗ് നോക്കിക്കേ. പിരമിഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. ബാഗ്, എത്ര ബാഗ് ഉണ്ട്? ബാഗ്, അതായത് ഒരു ബാഗ്. കളർ എന്താണ് ബാഗിന്റെ? വൈറ്റ് ആണ്. എങ്ങനത്തെ ബാഗാണ്? ലെതർ ബാഗ് ആണ്. അത് ക്വാളിറ്റി ആണ്. എന്ത് ഗുണമുള്ള ബാഗ്? ലെതറിന്റെ ഗുണമാണ് അല്ലെ. സൈസ്, വലുപ്പം എങ്ങനെയാ? വലിയ ബാഗ് ആണ്. ബിഗ് ബാഗ്, ഹെഡ് വേർഡ് ബാഗ്. മനസ്സിലായല്ലോ എങ്ങനെയാന്ന്? സോ അങ്ങനെ ഫ്ലവേഴ്സും ബോയും തന്നെ ചെയ്യാം. നോക്കി, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. സോ നിങ്ങൾ പോസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കണം നിങ്ങൾ ചെയ്തത് ശരിയാണോ. ഓക്കെ, സോ ഞാനിവിടെ ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അത് എക്സ്ട്രാ ഞാൻ ചെയ്തതാണ്. റോസസിനെ കുറിച്ചും മങ്കീസിനെ കുറിച്ചും. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പുതിയതായിട്ട് എക്സ്ട്രാ ചെയ്ത് താഴെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ എന്ത് ചെയ്തേക്ക് നോക്കിയേ, 2 red beautiful roses, അല്ലെങ്കിൽ 2 beautiful red roses. 5 little naughty monkeys. എങ്ങനത്തെ monkeys ആ? naughty monkeys, കുസൃതി കുരങ്ങന്മാർ. ഇനി നമ്മളോട് പറയുന്നത്, read the story given below. Some words are underlined. Make the story more interesting by adding describing words to them similar to the ones you have listed above in the columns. അതായത് നോക്കി, താഴെ നമുക്കൊരു കുഞ്ഞു കഥ തന്നിട്ടുണ്ട്. ഓക്കെ, ആ കഥയിലെ ചില വാക്കുകളൊക്കെ നമുക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്ക് ഹെഡ് വേർഡ് ആയിട്ട് എടുക്കണം. എന്താണ് നമ്മൾ നേരത്തെ കണ്ടു? ഹെഡ് വേർഡ് അല്ലെ. ഹെഡ് വേർഡ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചേർക്കണം? ഡിസ്ക്രൈബിംഗ് വേർഡ് ചേർക്കണം. A sparrow laid small eggs in their nest on a tree. ഒരു കുരുവി കുഞ്ഞു മുട്ടകൾ അതിന്റെ നെസ്റ്റില്, അതിന്റെ കൂട്ടില് മരത്തിലിട്ടു. ഓക്കെ, ഇനി സ്പാരോ, നമുക്ക് എങ്ങനത്തെ സ്പാരോ ഇടാം? മദർ സ്പാരോ. ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നുണ്ടോ? റെഡ്. അപ്പൊ അത് അഡ്ജക്റ്റീവ് ചേർക്കാൻ. മദർ സ്പാരോ എങ്ങനത്തെ എഗ്സ് ആണ്? സ്മോൾ വൈറ്റ് എഗ്സ്. ഇൻ ഹെർ എങ്ങനത്തെ നെസ്റ്റ് ആണ്? ലോങ് നെസ്റ്റ്. ട്രീയോ? ഓൺ എ ബിഗ് ട്രീ. കണ്ടോ? an egg hatched, ഒരു മുട്ട വിരിഞ്ഞു. a chick peeped out, ഒരു കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. a cute chick എന്ന് നമുക്ക് ചേർക്കാം അല്ലെ. എങ്ങനത്തെയാണ്? a cute chick. the sparrow brought worms for the birdie. അതിന് വേംസ് കൊണ്ടുവന്നു. വേംസ് ആണ് വിരകള്, പുഴുക്കളെ കൊണ്ടുവന്നു. ആര്? ഈ കുരുവി ആ കുഞ്ഞു ബേബിക്ക് കഴിക്കാൻ വേണ്ടി എന്തിനെ കൊണ്ടുവന്നു? പുഴുക്കളെ കൊണ്ടു. അപ്പൊ എങ്ങനത്തെ വേംസ് ആണ്? സ്പാരോ ബോട്ട് എങ്ങനത്തെ? 3 worms. അപ്പൊ നമ്മളോട് എണ്ണത്തെ കാണിക്കും 3 പുഴുക്കളെ കൊണ്ടുവന്നു. The birdie ate them with its beak. അതിന്റെ ചുണ്ട് കൊണ്ട് അത് കഴിച്ചു. നമുക്കപ്പൊ എങ്ങനത്തെ ചുണ്ടെന്ന് പറയാം? ലിറ്റിൽ ബീക്ക്. എങ്ങനത്തെ ബീക്കാണ്? ലിറ്റിൽ ബീക്ക്, കുഞ്ഞു ബീക്ക് കൊണ്ട്, കുഞ്ഞു ചുണ്ട് കൊണ്ട്. ഡേയ്സ് പാസ് ബൈ, ദിവസങ്ങൾ കഴിഞ്ഞു പോയി. One morning, the mother sparrow flew out of the nest. ഒരു ദിവസം രാവിലെ അമ്മ കുരുവി ആ നെസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പറന്നുപോയി. One morning നമുക്ക് എന്ത് ചേർക്കാം? One fine morning, ഒരു നല്ല രാവിലെ. The chick opened its cute eyes and looked out. ചിക്ക് അതിന്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ തുറന്ന് വിരിഞ്ഞ് ഇങ്ങനെ നോക്കുക പുറത്തോട്ട്. She saw flowers, leaves and fruits and plants and trees. ഇനി ഫ്ലവേഴ്സും ലീവ്സും ഫ്രൂട്ട്സിനും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സോ എങ്ങനത്തെ ഫ്ലവേഴ്സ് ആണ്? She saw yellow flowers. നിങ്ങൾക്ക് വേണം റെഡ് ഫ്ലവേഴ്സ് ചേർക്കാം. ലീവ്സ് എങ്ങനത്തെ ലീവ്സ് ആണ്? ഗ്രീൻ ലീവ്സ് അല്ലെങ്കിൽ ഫ്രഷ് ലീവ്സ് എന്ന് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഫ്രൂട്ട്സ് എങ്ങനത്തെ ഫ്രൂട്ട്സ് ആണ്? പഴുത്ത ഫ്രൂട്ട്സ്, റൈപ്പ് ഫ്രൂട്ട്സ്. On plants and trees, she opened her wings and flapped them. വിങ്സ്, ചിറകുകൾ വിരിച്ച് പറക്കാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ നോക്കി വിങ്സിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സോ എങ്ങനത്തെ വിങ്സ് ആണ്? ബ്യൂട്ടിഫുൾ വിങ്സ്. എങ്ങനത്തെയാണ്? മനോഹരമായ ചിറകുകൾ വിരിച്ച് പറക്കാൻ തുടങ്ങി. നെക്സ്റ്റ് വൺ നോക്കിക്കേ, പീപ്പിൾ ഇൻ മൈ ടൗൺ. ഈ കവിത നിങ്ങളൊന്ന് വായിക്കണേ. ഈ കംപ്ലീറ്റ് ഇതൊന്ന് വായിച്ചിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നല്ലപോലെ വായിക്കണം കേട്ടോ. You have met a farmer, a postman and a postmaster in the story Letter to God.
Read the following song and find out what the people of the town do. അതായത് കഴിഞ്ഞ ചാപ്റ്റർ ലെറ്റർ ടു ഗോഡ് എന്ന ഒരു ചാപ്റ്ററിൽ നിങ്ങൾ കണ്ടു, കൃഷിക്കാരനെ കണ്ടു, പോസ്റ്റ്മാനെ കണ്ടു, പോസ്റ്റ് മാസ്റ്ററിനെ കണ്ടു അല്ലെ. അവർക്കെല്ലാം ഓരോ പ്രത്യേക ജോലികളുണ്ടോ ഓരോ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കും. സോ ഇവിടെ നോക്കിയേ, ഈ ഒരു പീപ്പിൾ ഇൻ മൈ ടൗൺ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ ഒരു പാരഗ്രാഫില് കുറച്ച് പാരഗ്രാഫ് ഉണ്ട്. അതില് ഓരോ ജോലി, ഓരോ തൊഴിൽ ചെയ്യുന്ന ഓരോരുത്തരെ കുറിച്ച് കാണിക്കുന്നു. ഞാൻ അതിനെല്ലാം സർക്കിൾ ചെയ്തിട്ടുണ്ട്. What different occupations are mentioned in the song? Make a list of them. ലിസ്റ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, എഴുതാനാ പറഞ്ഞിരിക്കുന്നത്, സർക്കിൾ ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള തൊഴിലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഫയർ ഫൈറ്റർ, അഗ്നിശമനം അല്ലെ, തീയൊക്കെ അണയ്ക്കുന്ന ആളുകളില്ലേ, അതിനെയാണ് ഫയർ ഫൈറ്റർ എന്ന് പറയുന്നത്. മെക്കാനിക്, വണ്ടിയൊക്കെ റിപ്പയർ ചെയ്യുന്ന മെക്കാനിക്കിനെ കുറിച്ചുണ്ട്. പിന്നെ പൈലറ്റിനെ കാണിക്കുന്നുണ്ട്, ബാർബർ ഉണ്ട്, പോസ്റ്റ്മാൻ ഉണ്ട്, പോലീസ്മാൻ ഉണ്ട്, ലൈഫ് ഗാർഡ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, ആസ്ട്രോനോട്ട്സ് ഉണ്ട്, ജഡ്ജസ് ഉണ്ട്, ലോയർ ഉണ്ട്, ആക്ടർ ഉണ്ട്, പിന്നെന്താ വെയിറ്റർ ഉണ്ട്, ഷെഫ് ഉണ്ട്, റൈറ്റർ ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ അതെല്ലാം പോയിന്റ് ആയിട്ട് എഴുതണം കേട്ടോ. വാട്ട് യു വാണ്ട് ടു ബി വെൻ യു ഗ്രോ അപ്പ്? വൈ? നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾക്ക് ആരാവാനാ ഇഷ്ടം? ഈ മേളിൽ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വൈ? എന്തുകൊണ്ട്? ഞാനിവിടെ ടീച്ചർ ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതി ചേർക്കാം, കാരണം കൂടി എഴുതണം. ഓക്കെ, I want to be a teacher. Doctors, lawyers, politicians, and engineers. How did they all get to where they are today? എനിക്ക് ടീച്ചർ ആവാനാണ് താല്പര്യം. കാരണം ഡോക്ടേഴ്സും പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ വക്കീലന്മാര്, എഞ്ചിനീയർമാർ, ഇവരൊക്കെ എങ്ങനെയാ അവരുടെ സ്ഥാനങ്ങൾ, അവർക്ക് അങ്ങനത്തെ ജോലി കിട്ടിയത്? യെസ്, അവരെല്ലാം എങ്ങനെയാ ഇങ്ങനെ ആയി തീർന്നത്? No matter the position someone may hold in society, everyone has progressed to where they are in life because they had a teacher. Someone taught them in the way they should go. ആരൊക്കെ ഏതൊക്കെ സ്ഥിതിയിലായിരിക്കുന്നു, എല്ലാത്തിനും പുറകിൽ എന്തുണ്ട്? എല്ലാവർക്കും കുറെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ. അവരുടെ ടീച്ചേഴ്സ് കാരണമാണ് അവർ ഓരോ സ്ഥാനത്തിലെത്തുന്നത് അല്ലെ. നോക്കിയേ, നമ്മളെല്ലാരും പഠിച്ച് വളർന്ന് വലുതായി എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും അല്ലെ. കൊച്ചിന് നമ്മൾ പഠിപ്പിച്ച ടീച്ചറിന്റെ ആ ഒരു അറിവ് കൊണ്ടല്ലേ അല്ലെ നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തിച്ചേരുന്നത്. Teachers define in the dictionary as one who instructs. To teach someone is to communicate skills. So ഞാൻ ആ ഒരു കാരണം വെച്ച് എനിക്കിഷ്ടം ടീച്ചിങ് ആണ്. സോ ടീച്ചർ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചേർത്ത് നിങ്ങൾക്ക് റീസൺ കൂടി എഴുതി ചേർക്കാം. ഓക്കെ, അടുത്ത നോക്കിക്കേ, നമുക്ക് ഓരോ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഓരോരുത്തർ ഏതൊക്കെ ആളുകളാണെന്ന് എഴുതണം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ലോയർ ആണ് അല്ലെ, വക്കീലാണ്. പിന്നെ ഡോക്ടർ, റൈറ്റർ, ഫയർ ഫൈറ്റർ. ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല, നിങ്ങൾക്ക് അത് പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 4 നോക്കിക്കേ, റൈറ്റ് നമ്മുടെ ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഒരു ബോക്സിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫയർ ഫൈറ്റർ, മെക്കാനിക്, പൈലറ്റ്, ഹെയർ ഡ്രസ്സർ. സോ അത് ഏത് വാക്കാണോ ഏത് പിക്ചറിന് ചേരുന്നത് അത് നിങ്ങൾ എടുത്ത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി 5. ഓരോരുത്തർ ചെയ്യുന്ന ജോലിയാണ്. നോക്കിക്കേ, വി നീഡ് ഹെൽപ്പ് ഫ്രം അതർ പീപ്പിൾ ഇൻ ഡിഫറെന്റ് ഒക്കേഷൻസ്. ഹു വിൽ അപ്രോച്ച് ഓൺ ദ ഫോളോയിങ് ഒക്കേഷൻസ്? പല സാഹചര്യങ്ങളിൽ നമ്മൾക്ക് പല ആളുകളുടെ സഹായം എടുക്കേണ്ടി വരും അല്ലെ. ഓരോ സാഹചര്യത്തിൽ ഓരോരുത്തരുടെ സഹായം നമ്മൾ ചോദിക്കുന്നത്. യു വോണ്ട് ടു മേക്ക് എ ടേബിൾ, നമുക്കൊരു മേശ തയ്യാറാക്കണം. നമ്മൾ ആരെ വിളിക്കും? നമ്മൾ കാർപ്പന്ററിനെ വിളിക്കും അല്ലെ. യു വോണ്ട് ടു ഗെറ്റ് എ ഹെയർ കട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മുടി വെട്ടണം. അപ്പൊ നമ്മൾ ആരെ വിളിക്കുക? നമ്മൾ ബാർബറിന്റെ അടുത്തല്ലേ പോകുന്നത്. യു വോണ്ട് ടു പെയിന്റ് യുവർ ഹൗസ്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പെയിന്റ് ചെയ്യണം. നമ്മൾ ആരെ വിളിക്കും? പെയിന്ററിനെ വിളിക്കും അല്ലെ. വെൻ യു ആർ ഇൽ, നിങ്ങൾക്ക് അസുഖം വരുമ്പോഴേ, ഇല്ലാവുമ്പോൾ നിങ്ങൾ എവിടെ പോകും? ഡോക്ടറിന്റെ അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ ഡോക്ടറിനെ വിളിക്കും. വെൻ എ തീഫ് ബ്രേക്സ് ഇൻ ടു യുവർ ഹൗസ്, ഒരു കള്ളൻ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾ ആരെ വിളിക്കും? പോലീസ്മാനെ വിളിക്കും. വെൻ എ ഫയർ ബ്രേക്സ് ഔട്ട്, തീ എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കുക, നമ്മൾ ആരെ വിളിക്കും? ഫയർ ഫൈറ്ററിനെ വിളിക്കും. വെൻ യുവർ ബൈസൈക്കിൾസ് നീഡ് റിപ്പയർ, നിങ്ങളുടെ ബൈസൈക്കിളിന്, നിങ്ങളുടെ സൈക്കിളിന് റിപ്പയർ വേണമെങ്കിൽ നിങ്ങൾ ആരെ വിളിക്കും? മെക്കാനിക്കിനെ വിളിക്കും. യു വാണ്ട് ടു ചേഞ്ച് എ വാട്ടർ ടാപ്പ്, ഒരു ടാപ്പ്, ഒരു പൈപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യണം, നമ്മൾ ആരെ വിളിക്കും? പ്ലംബറിനെ വിളിക്കും. സിമ്പിൾ അല്ലേ. ആക്ടിവിറ്റി 6 നോക്കിക്കേ. The postman in the story said, I wish I had the faith of the man who wrote this letter. ഇവിടെ നോക്കിയേ, ആക്ടിവിറ്റി 6 എന്താ കൊടുത്തിരിക്കുന്നത്? പോസ്റ്റ്മാൻ ആ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട് അല്ലെ. ഈ കത്ത് എഴുതിയ ആളുടെ വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പോസ്റ്റ് മാസ്റ്റർ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഐ വിഷ്, എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നാണ് അവിടെ പറയുന്നത്. ഐ വിഷ്, അതായത് ഇന്ന് നമ്മുടെ കയ്യിൽ ഇല്ല, നമ്മുടെ ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ. Look at how she expressed her wish. ഇത് നോക്കി, ഒരു കുട്ടി നിൽക്കുന്നുണ്ടോ? സുജ. സുജ has to do a project on the topic rivers of India. സുജയ്ക്ക് ഒരു പ്രൊജക്ട് ചെയ്യാനുണ്ട്. ഇന്ത്യയുടെ നദികളെ കുറിച്ച് ഒരു പ്രോജക്ട് ചെയ്യാനുണ്ട്. ഒക്കെ ഒരു വർക്ക് ഉണ്ട്. But she can't find any books in refer to. പക്ഷെ അവൾക്ക് അവിടെ ബുക്സ് ഉണ്ട് ഒന്നുമില്ല, റെഫർ ചെയ്യാൻ വേണ്ടി പുസ്തകങ്ങളൊന്നുമില്ല. There is no library near her house. അവളുടെ വീടിനടുത്തെങ്കിലും ഒരു ലൈബ്രറി പോലും ഇല്ല. നമുക്ക് ആ പ്രോജക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബുക്സ് വേണ്ട റെഫർ ചെയ്യാൻ. സോ അവള് നോക്കിക്ക്, അങ്ങോട്ട് നോക്കി എന്ത് ചിന്തിക്കായിരിക്കും? ഐ വിഷ്
I had a library in my home. എന്റെ വീട്ടിലൊരു ലൈബ്രറി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അടുത്ത ആ കുട്ടി ആ ഒരു മാംഗോ ട്രീ നോക്കിയിട്ട് എന്തായിരിക്കും വിഷ് ചെയ്യുന്നത്? I wish I had such a mango tree in my house. I wish I had such a mango tree in my house. അവിടെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. I wish കഴിഞ്ഞിട്ട് I had ആണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു മാവ് എന്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഇനി ആ പെൺകുട്ടി സൈക്കിൾ ഓടിക്കുമ്പോൾ എന്തായിരിക്കും വിചാരിക്കുന്നത്? I wish I had a new bicycle. എനിക്കൊരു പുതിയ ബൈസൈക്കിൾ ഉണ്ടായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ എന്ത് വേണേ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചിന്തയാണ് അതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത് നോക്കി ഒരു കുട്ടി ടയറിട്ട് ഇങ്ങനെ ഓടിക്കുക. ഓക്കെ, സോ അവന്റെ അച്ഛനോട് പറഞ്ഞു എനിക്ക് ബൈസൈക്കിൾ വേണമെന്ന് പറയും. അച്ഛൻ പറയും 2 വർഷം കഴിഞ്ഞിട്ട് വാങ്ങിച്ചു തരാമെന്ന്. അപ്പൊ ഭയങ്കര വിഷമിച്ച് അവൻ എന്തായിരിക്കും ചിന്തിക്കുന്നത്? I wish I had a bicycle. എനിക്കൊരു ബൈസൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ. അടുത്ത ആ ഡ്രൈവർ നോക്കിക്കുക, അദ്ദേഹം എന്തായിരിക്കും വിചാരിക്കുന്നത്? I wish I were a rich man. ഞാനൊരു പണക്കാരനായിരുന്നെങ്കിൽ. അടുത്ത ആ കുട്ടി നോക്കിക്കേ, വീണ്ടും ആ സെയിം കാര്യമാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ആ പുഴ അത് അപ്പുറത്ത് പോയി കുട്ടിക്ക് ലൈബ്രറി വീട്ടിനടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അവിടെ വീണ്ടും ആലോചിക്കുന്നത്. ഓക്കെ, സോ ആക്ടിവിറ്റി 7 ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. ഈ കൊടുത്തിരിക്കുന്ന സെന്റൻസുകളൊന്നും നോക്കിക്കേ. ലഞ്ചോ വെന്റ് ടു ദ പോസ്റ്റ് ഓഫീസ് ഏർലിയർ ദാൻ യൂഷ്വൽ. എപ്പോഴും പോകുന്നതിനെക്കാട്ടിലും ഇച്ചിരി കൂടി നേരത്തെ ലഞ്ചോ ഓഫീസിൽ പോയി. ഓക്കെ, ഇവിടെ നോക്കിക്കേ, യങ്, യങ്ങർ, യങ്ങസ്റ്റ്. ചെറുപ്പം, ചുട ചെറുപ്പം, തീരെ ചെറുപ്പം. ഓക്കെ, നോക്കിയേ, പെൻഗ്വിൻ എങ്ങനെയാണ്? സ്ലോ ആണ്. ആമ എന്താ? അതിനേക്കാളും സ്ലോവർ ആണ്. സ്നെയിൽ എന്താണ്? ഒച്ച അതിനേക്കാട്ടിൽ ഏറ്റവും സ്ലോവസ്റ്റ് ആണ്. ഓക്കെ, സോ നമ്മളിത് ഡിഗ്രീസ് ആണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നാണ് നമ്മൾ ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മൾ എന്താ പറയുന്നത്? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ടോൾ പൊക്കമുണ്ട്, ടോളർ ഇച്ചിരൂടെ പൊക്കമുണ്ട്, ടോളസ്റ്റ് ഏറ്റവും പൊക്കം. ഓക്കെ, സോ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത് നോക്കിക്കേ, ഇതുപോലെ കാറുകൊണ്ട് ഓട്ടോറിക്ഷയുണ്ട്. നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? ഇത് രണ്ടിനും താരതമ്യം ചെയ്യണം. ഓക്കെ, നമുക്കൊരു ബോക്സിൽ മുകളിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ബിഗ്ഗസ്റ്റ്, മോർ എക്സ്പെൻസീവ്, ഫാസ്റ്റർ, ഹെവിയർ, ലൈറ്റർ, സ്ലോവർ, സ്മോളർ. സോ ഈ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? എങ്ങനെ താരതമ്യം ചെയ്യാം? ബിഗർ, എ കാർ ഈസ് ബിഗർ ദാൻ ആൻ ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷയെക്കാളും വലുപ്പമുണ്ട് എന്തിന്? കാറിന്. നെക്സ്റ്റ് നോക്കിക്കേ, എ കാർ ഈസ് ഫാസ്റ്റർ ദാൻ ആൻ ഓട്ടോറിക്ഷ. കാറ് ഓട്ടോവിനെക്കാളും സ്പീഡ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചേർക്കാം? നോക്കി, അവർ ഓൾറെഡി നമുക്കൊന്ന് തന്നിട്ടുണ്ട്. എ കാർ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ആൻ ഓട്ടോറിക്ഷ. കാറ് ഓട്ടോറിക്ഷയെക്കാളും വിലപിടിപ്പാണ്, അല്ലെ? വില കൂടുതലാണ്, എക്സ്പെൻസീവ് ആണ്. എ കാർ ഈസ് ഹെവിയർ ദാൻ ആൻ ഓട്ടോറിക്ഷ. കാറ് ഓട്ടോറിക്ഷയെക്കാളും ഹെവി ആണ്, വെയിറ്റ് കൂടുതലാണ്, ഭാരം കൂടുതലാണ്. ആൻ ഓട്ടോറിക്ഷ ഈസ് ലൈറ്റർ ദാൻ എ കാർ. ഓട്ടോറിക്ഷ കാറിനേക്കാളും ഭാരം കുറവാണ്, ലൈറ്റർ ആണ്. ആൻ ഓട്ടോറിക്ഷ ഈസ് ലോവർ ദാൻ എ കാർ. ഓട്ടോറിക്ഷയ്ക്ക് കാറിന് അത്രയും സ്പീഡില്ല, സ്ലോവർ ആണ്. ആൻ ഓട്ടോറിക്ഷ ഈസ് സ്മോളർ ദാൻ എ കാർ. ഒരു ഓട്ടോറിക്ഷ കാറിനേക്കാൾ ചെറുതാണ് വലുപ്പം. ഓക്കെ, സോ അത് മനസ്സിലായല്ലോ. ആക്ടിവിറ്റി 8 നോക്കിക്കേ, ഇവിടെ കുട്ടി നോക്കിക്കേ എന്താ പറയുന്നത്? മൈ ബുക്സ് ഗോട്ട് വെറ്റ്. എന്റെ ബുക്സ് എല്ലാം നനഞ്ഞു. എന്തുകൊണ്ടാണ് നനഞ്ഞത്? ബിക്കോസ്, കാരണം ഐ ഫോർഗോട്ട് ടു ടേക്ക് മൈ അംബ്രല്ല വിത്ത് മീ. ഞാൻ എന്റെ കൂടെ കൊണ്ടുപോയി മറന്നുപോയി, അതുകൊണ്ട് ഞാൻ നനഞ്ഞു. അടുത്ത് നോക്കി, ഐസ്ക്രീം, ഞാൻ അലറി വിളിച്ചു, ഞാൻ അല്ലെങ്കിൽ കരഞ്ഞു. എന്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്? ബിക്കോസ്, കാരണം ദ നേഴ്സ് ഇൻജെക്റ്റഡ് മീ വിത്ത് എ തിക്ക് സിറിഞ്ച്. കാരണം നേഴ്സ് എന്നെ ഒരു വലിയ കനം കൂടിയ ഒരു സിറിഞ്ച് കൊണ്ട് എന്നെ ഇൻജെക്ട് ചെയ്ത് എന്നെ കുത്തിവെച്ചു. ഐ റാൻ, ഞാൻ ഓടി. എന്തുകൊണ്ടാണ് ഞാൻ ഓടിയത്? ബിക്കോസ് ഐ സ്കേർഡ് ഓഫ് ദ സ്ട്രീറ്റ് ഡോഗ്. കാരണം ഞാൻ തെരുവ് നായയിൽ നിന്ന് പേടിച്ചാണ് ഞാൻ ഓടിയത്. അപ്പം ബിക്കോസ് ചേർത്താണ് നമ്മൾ കാരണം പറയുന്നത്, അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ, ആക്ടിവിറ്റി 9 നോക്കിക്കേ. ഇതുപോലെ തന്നെയാണ്. നോക്കിയേ, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ. ഈ ഒരു പിക്ചറിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? എന്താ കാണുന്നത്? A woman is waiting for the bus. ഒരു വുമൺ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് കാണാം? വാട്ട് ഡു യു സീ നൗ. ഇപ്പൊ നിങ്ങൾ എന്താ കാണുന്നത്? The bus is coming. ബസ് വരുന്നുണ്ട്, അല്ലേ? What did the woman do when the bus come? എന്താണ് സ്ത്രീ ചെയ്തത് ബസ് വന്നപ്പോൾ? when the bus come, the woman get into it. ആ സ്ത്രീ ആ ബസ്സിലേക്ക് കയറി. അടുത്ത് നോക്കിക്കേ, സിഗ്നലിന്റെ ആണ്, അല്ലെ? സിഗ്നലിൽ നോക്കിക്കേ, താഴെ എവിടെ കൊടുത്തിരിക്കുന്നത്? Are the signals turned on? സിഗ്നലുകൾ ഓൺ ചെയ്തിട്ടുണ്ടോ? No, the signals are not turned on. സിഗ്നൽ ടേൺ ചെയ്തിട്ടില്ല. ചോദ്യവും ഉത്തരവുമാണ്. എങ്ങനെയാണ് നമ്മൾ ഓരോ ചോദ്യത്തിനും ഓരോ ഇതിലും ഉത്തരം കൊടുക്കുന്നതെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഡു യു സീ നൗ. ഇപ്പൊ നിങ്ങൾ എന്താണ് കാണുന്നത്? The signals are turned on. സിഗ്നലുകൾ ഇപ്പോൾ ഓൺ ആണ്. When did the vehicle move? എപ്പോഴാണ് വെഹിക്കിൾ അനങ്ങി പോകുന്നത്? മൂവ് ചെയ്യുന്നത് എപ്പോഴാണ്? The vehicles moved when the green signal was turned on. വെഹിക്കിൾ എപ്പോഴാണ് മൂവ് ചെയ്യുന്നത്? ഗ്രീൻ സിഗ്നൽ ഓൺ ആകുമ്പോഴാണ്. വാട്ട് ഈസ് ദ ഡോഗ് ഡൂയിങ്? ആ ഡോഗ് അവിടെ എന്ത് ചെയ്യുക? ദ ഡോഗ് ഈസ് സിറ്റിംഗ്. അത് അവിടെ ഇരിക്കുകയാണ്. വാട്ട് ഡിഡ് ദ ഡോഗ് സീ? ആ
നായ എന്താണ് കണ്ടത്? The dog saw a cat. ഒരു പൂച്ചയാണ് കണ്ടത്. The dog saw a cat. Saw വരും, past tense ആണ്, കണ്ടു അല്ലേ? കണ്ടു. സീയുടെ പാസ്റ്റ് എന്താണ്? saw ആണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. അടുത്ത് എന്താ പറയുന്നത്? Why did the dog bark? എന്തുകൊണ്ടാണ് ആ ഡോഗ് ബാർക്ക് ചെയ്യുന്നത്, കുരയ്ക്കുന്നത്? The dog barked when it saw a cat. അതൊരു പൂച്ചനെ കണ്ടത് കൊണ്ട് അത് കുരയ്ക്കുകയാണ്. സോ എങ്ങനെയാണ് ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതുന്നതാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഓക്കെ, സോ ഇവിടെയൊക്കെ ബാർക്ഡ് ED കണ്ടോ, പാസ്റ്റ് വരും. നമ്മൾ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും എന്ത് വരും? ആ വെർബിന്റെ, ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, വാട്ട് ഡു യു സീ? നിങ്ങൾ എന്താ അവിടെ കാണുന്നത്? ലോട്ടസ് ബഡ്, ഒരു ലോട്ടസിന്റെ ബഡ് ആണ് കാണുന്നത്. വാട്ട് ഡു യു സീ നൗ? ഇപ്പൊ നിങ്ങൾ എന്താ കാണുന്നത്? ദ സൺ ഈസ് റൈസിങ് അപ്പ് ഇൻ ദ സ്കൈ. സൂര്യൻ നമുക്ക് ആകാശത്ത് ഇങ്ങനെ ഉദിക്കുന്നതായിട്ടാണ് കാണുന്നത്. When did the lotus had opened? എപ്പോഴാണ് ആ ലോട്ടസ് മുട്ടിങ്ങനെ വിരിഞ്ഞത്? The lotus bud opened when the sun rose up in the sky. സൂര്യൻ ഉദിച്ചപ്പോഴാണ് ലോട്ടസ് ബഡ് ഓപ്പൺ ആയത്. Who is seen in the picture? ഈ പിക്ചറിൽ ആരാ കാണുന്നത്? ഈ പിക്ചറിൽ a girl is walking. ഒരു പെൺകുട്ടി നടക്കുന്നതാണ് കാണുന്നത്. What did the girl see? ആ ഗേൾ എന്താ കണ്ടത്? The girl saw a snake. ആ പെൺകുട്ടി ഒരു സ്നേക്കിനെ കണ്ടു. saw, സീയുടെ പാസ്റ്റ് ടെൻസ് ആണ് saw. When did the girl scream? എപ്പോഴാണ് പെൺകുട്ടി വിളിച്ച് കരഞ്ഞത്, സ്ക്രീം ചെയ്തത്, അലച്ചത്? The girl screamed when she saw the snake. അവൾ ആ പാമ്പിനെ കണ്ടപ്പോഴാണ് അവൾ സ്ക്രീം ചെയ്തത്. സോ ആണ്, കണ്ടോ? അടുത്ത ആക്ടിവിറ്റി 10 നോക്കിക്കാൻ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്കൂൾ പോസ്റ്റ് ഓഫീസിനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങളൊരു പോസ്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യണം. ഒരു പോസ്റ്റ് ഓഫീസ് പോയി കണ്ടിട്ട് അവിടെ ഓരോ കൗണ്ടറിൽ ഓരോ ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഓരോ സെക്ഷൻ കാണും. സോ ഓരോ ബോർഡിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നത്, എന്തൊക്കെ കൗണ്ടറുകളാണ് ഉള്ളത്? ഇന്ത്യ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു കൗണ്ടർ കാണും, ഇന്ത്യ പോസ്റ്റ് എന്നൊരു ബോർഡ് കാണും, സ്റ്റാമ്പിന്റെ കൗണ്ടർ കാണും, പോസ്റ്റ് മാസ്റ്ററിന്റെ കൗണ്ടർ കാണും, സേവിംഗ് ബാങ്ക് എന്ന് പറയുന്ന പ്രത്യേക സെക്ഷൻ കാണും, ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ എന്ന് പറയുന്ന പ്രത്യേക സെക്ഷൻ കാണും, ഈ ടിക്കറ്റിംഗ് എന്ന് പറയുന്ന സെക്ഷൻ കാണും. അങ്ങനെ ഒരുപാട് സെക്ഷനുകൾ കാണും. നിങ്ങൾ അവിടെ പോയി, ഇപ്പം കോവിഡ് ആയതുകൊണ്ട് പോകാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ച് അവിടെ കാണുന്ന ബോർഡുകളും കൗണ്ടറുകളും ഒക്കെ കണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് who are the employees in the post office? എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അവിടെ ആരൊക്കെയാ ജീവനക്കാര്, ആരൊക്കെയാ അവിടെ വർക്ക് ചെയ്യുന്നത്? പോസ്റ്റൽ സൂപ്രണ്ടന്റ് ഉണ്ട്, അസിസ്റ്റന്റ് പോസ്റ്റൽ സൂപ്രണ്ടന്റ് ഉണ്ട്, പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്, ഡെപ്യൂട്ടി പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്. അങ്ങനെ കുറെ പേര് എവിടെയുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നിങ്ങളോട് അവിടെ സ്കൂളിൽ ഇതിനെ കുറിച്ചൊരു അവതരണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പോസ്റ്റ് മാസ്റ്റർ ആവണം, ഒരാൾ പോസ്റ്റ്മാൻ ആവണം, ഒരാൾ പോസ്റ്റൽ അസിസ്റ്റന്റ് ആവണം. അങ്ങനെ കുറെ പേര് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഓരോരുത്തർ ഓരോ റോൾ ചെയ്യണം. അതായത് ഒരാൾ ഇങ്ങനെ കത്തെഴുതി ഇങ്ങനെ അവിടെ കൊണ്ടിടുന്നു, പോസ്റ്റ്മാൻ അത് കൊണ്ടുപോകുന്നു, കത്തിന്റെ അഡ്രസ്സ് നോക്കിയിട്ട് വേറൊരാൾക്ക് കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ നിങ്ങളൊരു സ്കിറ്റ് പോലെ ചെയ്യാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത എഡിറ്റിംഗ് ആണ്. എന്താണ് എഡിറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത്? Here is a description of Lenjo's village. ലെഞ്ചോയുടെ ഗ്രാമത്തെ കുറിച്ചുള്ളൊരു വിവരണമാണ്. ഓക്കെ, ഇവിടെ കുറച്ച് വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ മിസ്റ്റേക്കുകൾ നിങ്ങളൊന്ന് തിരുത്തി എഴുതണം. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ബിഗിൻ ആണ് കൊടുത്തിരിക്കുന്നത്. ബിഗിൻ അല്ല, ബിഗാൻ ആണ് വരേണ്ടത്. ബിഗാൻ. ഓക്കെ, അടുത്ത് നോക്കിയേ, ഇൻ ക്ലിയർ വാട്ടർ അല്ല, അറ്റ് ക്ലിയർ വാട്ടർ ആണ്. ഓക്കെ, നോക്കിയേ, ട്രീസ് വാസ് അല്ല, ട്രീസ് വേർ ആണ്. ട്രീസ് എന്ന് പറഞ്ഞാൽ മരങ്ങൾ, മരങ്ങൾ എന്ന് പറയുമ്പോൾ വേർ പ്ലൂറൽ ആണ്. ഓക്കെ, ഓൺ ദ ബ്രാഞ്ചസ് അല്ല, ഓവർ ദ ബ്രാഞ്ചസ്, ശിഖരങ്ങൾക്ക് മുകളിലൂടെ. ദ ബേർഡ്സ് ഫ്ലൂ. പക്ഷികൾ ഇതിലേക്കൂടെ പറഞ്ഞത് ചില്ലകളുടെ മുകളിലൂടെയാണ് പറഞ്ഞത്. ഓവർ ദ ബ്രാഞ്ചസ് ആണ്. ഓക്കെ, ദേ ഡ്രൈഡ് ദെയർ വിങ്സ്, അവരവരുടെ ചിറകുകൾ. അപ്പോൾ എന്താ? വിങ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ, Lenjo earned a living by farming. Let's make a word verb on farming and related words. Lenjo എങ്ങനെയാ ജീവിച്ചത്? കൃഷി ചെയ്താണ് ജീവിച്ചത് അല്ലെ. സോ കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ പരസ്യത്തിൽ ഒന്ന് ഫില്ല് ചെയ്താലോ. ക്രോപ്സ്, ഏതൊക്കെ തരം വിത്തുകളുണ്ട്, ഏതൊക്കെ തരം ക്രോപ്സ് ഉണ്ട്? പാഡി, നെല്ലുണ്ട്, ഗോതമ്പുണ്ട്, മേസ് ഉണ്ട്, റാഗി, ബാജറ, അങ്ങനെ പല ടൈപ്പ് ക്രോപ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇവര് കൃഷിക്ക് ഉപയോഗിക്കുന്ന ടൂൾസ്, ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? പ്ലൗ, ആക്സ്, സ്പെയ്ഡ്, പിക്കാക്സ്, സിക്കിൾ, അങ്ങനെ കുറെ ഉപകരണം നമുക്ക് എന്തിനു ഉപയോഗിക്കാം? കൃഷിക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ്, എന്ത് വർക്കാണ് നമ്മൾ ചെയ്യുന്നത്? കൃഷിക്ക് എന്തെല്ലാം ജോലികൾ ചെയ്യണം? ടില്ലിംഗ്, വാട്ടറിങ്, റീപ്പിംഗ്, മാന്യൂറിങ്, വീഡിങ്, അങ്ങനെ കുറെ ജോലികൾ എന്തിലുണ്ട്? കൃഷിയിലുണ്ട്. അടുത്ത സീസൺ, ഏതൊക്കെ സീസണില് എന്തെല്ലാം സീസൺ നമുക്കുള്ളത്? റെയിനി സീസൺ ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്, സമ്മർ, വിന്റർ, ഓട്ടം, അങ്ങനെ നമുക്ക് 5 കാലങ്ങളാണ്, സീസൺസ് ആണ് ഉള്ളത്.
ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്രൈബ് എ ഫാമിംഗ് ആക്ടിവിറ്റി ദാറ്റ് യു ഹാവ് ഒബ്സർവ്ഡ് ഓർ ഹേർഡ് ഓഫ്. ഒരു കൃഷിയെ കുറിച്ചുള്ള ഒരു പ്രവർത്തനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് വിശേഷം അതിന്റെ കാര്യങ്ങളെല്ലാം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും കൃഷി കാര്യങ്ങൾ. സോ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഫിഷ് ഫാമിംഗ് വിത്ത് പാഡി. നെല്ല് കൃഷിയോടുകൂടെ നമ്മൾ എങ്ങനെ മത്സ്യകൃഷി ചെയ്യും, എങ്ങനെയാണ് മത്സ്യകൃഷി ചെയ്യുന്നത് നെല്ല് കൃഷിയോടൊപ്പം. സോ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോടോ അപ്പൂപ്പനോടോ അമ്മൂമ്മയോടോ ഒക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ, സോ ഇത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയെടുക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം എന്റെ യൂണിറ്റ് 1 എന്റെ ആക്ടിവിറ്റീസിലെ പ്രവർത്തനങ്ങൾക്ക് ആരൊക്കെയാണ് എനിക്ക് കുറെ കമന്റ് അയച്ച് ഇത്രയും സപ്പോർട്ട് ചെയ്തത്. കുറെ പേർക്ക്, ഒരുപാട് പേർക്ക് എനിക്ക് കമന്റ് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. അംപിക ബാലൻ, പ്രസാദ് എസ്, ജസീന ജഫർ, ഷഹീറ ഷബീർ, രുദ്രഭദ്ര, ഷമീന യൂസഫ്, രാജൻ ചനയിൽ, ഉപ്പും മുളകും ഷോർട്ട് വീഡിയോ. എല്ലാവർക്കും വളരെ 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 സന്തോഷം. വളരെ താങ്ക് യു ഫോർ എവ്രി വൺ ഫോർ ഗിവിംഗ് മീ സോ മച്ച് ഓഫ് സപ്പോർട്ട്. ഇവിടെ ഉപ്പും മുളകും ഷോർട്ട് വീഡിയോ ആണ് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ ടീച്ചർ യൂണിറ്റ് 2 ഉടനെ ഇടാമോ എന്ന് ചോദിച്ചു. സോ അല്ലെങ്കിൽ ഞാൻ ഇടത്തില്ലായിരുന്നു. സോ നിങ്ങളുടെ എല്ലാവരും പറയുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, വളരെ ഹെൽപ്ഫുൾ ആണെന്നൊക്കെ പറയുന്നത് കൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണുന്നത് തന്നെ. ഓക്കെ, സോ അടുത്ത് നോക്കിക്കേ. ആവണി കുഞ്ഞുമോൻ, രാജേഷ് വേദ, ആയിഷൂസ് ചാനൽ, സുനിത കോഴിക്കലത്തിൽ, അജു, ആയിഷ, അൻസി, മൊയ്തീൻ നെല്ലിയാരി, ഖദീജ, സഫീറ, ഷംഷിന സി കെ, രാജേഷ് വേദ, എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ഷിനു ശിവപുരി, ആയിഷ പാത്തു, ദിവ്യ പ്രസാദ്, സേതു മാധു, അൽഫിയ സീഫ്, പ്രസാദ് എസ്, പുഷ്പലത, സദിയ, സേഫ്, സോളമൻ, എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ആൻഡ് തസ്നിം, ലച്ചു കുറെ പേരുണ്ട്. ശ്രീകുട്ടീസ് ക്രിയേഷൻസ്, കുര്യൻ ജോസഫ്, അരുണിമ ഉണ്ണികൃഷ്ണൻ, അനീഷ് പി ടി, ഷിനു ശിവപുരി, ഗീത ഗണേഷ്, ലത, കാരറ്റ്, വെള്ളാത്ത്, റാണിയ, ഷെറിൻ, എല്ലാവർക്കും താങ്ക്സ് പറയാം. എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം മൈ ഡിയേഴ്സ്. ആൻഡ് സെറീന പി, സജ ജലീൽ, സജ്വ ജലീൽ, സോജു സതീഷ്, ദീജിത് കുമാർ, then Biju R, Abdul Salam KP, Gaming with Smooth, Muhammad Safir, Pinanda, Dimo, Angeli, Hero, Royal Antoyano, Unni Krishnan Unni, Jasila Shanavas, പിന്നെ ജിൻസി ജസ്റ്റിൻ, എല്ലാവർക്കും താങ്ക് യു ആൻഡ് മോസ്റ്റ് വെൽക്കം. പിന്നെന്താ, മിസ് റിയ ഷാനവാസ്, വിജിത രാജേഷ്, പ്രസാദസ്, പിന്നെ വൈറ്റ് സ്റ്റാർ, റൂബി ഷഫീഖ്, സീനമോൾ, നജിയ നജി, ആൻഡ് എല്ലാവർക്കും വളരെ 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 താങ്ക്സ്. ഓക്കെ, സോ എല്ലാവർക്കും ഹായ്. സോ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കാരണമാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഇന്ന് കാണുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം, അതിനോടൊപ്പം തന്നെ ലൈക്കും ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് അറിയിക്കാം. സോ നമ്മുടെ ഈ ഒരു ചാനലിൽ സ്റ്റാൻഡേർഡ് 6, 7, 8, 9 എല്ലാം എടുക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചാനലിൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. സോ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു, ടാറ്റാ.